അയാൾ ഇത്ര കഷ്ടപ്പെട്ട് പാടിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വക്കീലങ്ങൾ എന്തിനാ അയാളെ പാടാൻ നിർബന്ധിച്ചത്? രണ്ടും വട്ടി കേസ് തന്നെ. ഡാഡി അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുവോ? എന്തു വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് ചേച്ചിയെ കെട്ടിക്കാവുന്ന. എനിക്ക് വിശ്വാസേ ഇല്ല. എന്താ ഇത്? കപ്പലണ്ടി ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. വാങ്ങിച്ചോ. അവര് കാശ് തന്നിട്ടുണ്ട്. അവർക്കെന്നെ കൊണ്ടേ കൊടുത്തോ? വാങ്ങിച്ചോ കൂട്ടാ. ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ. ചെറുക്കറ്റ് മൂപ്പാണല്ലോ. നമുക്ക് പോവാം. പേടിച്ചിട്ടോ? ഈ ബീച്ച് ആരുടെയും സ്വന്തമൊന്നുമല്ലല്ലോ. ഇതുപോലെ രസംപൊല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ? ആരാ എന്നെ എറിഞ്ഞത്? എറിഞ്ഞോ? ആര്? നിങ്ങൾ എന്താ ചെയ്തേ? ചേടാ, ഈ പൊടിക്കുപ്പി പോലത്തെ ചെറുക്കന്റെ ഭാവം കണ്ടില്ലേ? നീ ഒന്ന് പോടാ. നീ പോടാ അവിടുന്ന്. വിട്ടേ, മോശമല്ലേ? ആ കളയുന്നു. പോട്ടെ അവിടെ. താങ്ക് യു അങ്കിൾ. വണ്ടർഫുൾ അങ്കിൾ. ഇതാ അങ്കിളുടെ ബാഗ്. ദൈവമാണ് അങ്കിളിനെ ഇപ്പൊ ഇവിടെ വരുത്തിയത്. ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് നിൽക്കരുത്. പട്ടാ പകലല്ലേ അങ്കിൾ? നീചന്മാർക്ക് രാത്രിയൊന്നും പകലൊന്നും ഇല്ല. പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അങ്കിളുടെ വീട് എവിടെയാ? എന്തൊരു കലക്കൻ ഇടിയാ ഇടിച്ചത്. അങ്കിള് ബ്ലാക്ക് ബെൽറ്റ് ആണോ? അല്ല, ഹ്യൂമൻ ബെൽറ്റാ. ഞാൻ ഇപ്പൊ ഇടിച്ച ഇടി കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. മനസ്സോണ്ട് ഇടിക്കാനോ? ആ, അതിന് മനസ്സിടി എന്ന് പറയും. ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്ന കാണുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സ്ഥിരാപടലങ്ങളും സടകുടഞ്ഞെഴുന്നേക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ. അങ്കിളും വാ ഞങ്ങളുടെ കൂടെ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. വേണ്ട. ഒരു 5 മിനിറ്റ്. വേണ്ട മക്കളെ. എങ്കിൽ ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്കല്ല. പിന്നെ? ഞാനൊരു ദേശാടനക്കാരനാണ് കുട്ടികളെ. ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്കിൾ ഇപ്പൊ ഈ നാട്ടുകാരനല്ലേ? ഞാൻ ഏത് നാട്ടുകാരനും ആകാം. ഏതെങ്കിലും ഒരു നാട്ടില് ബന്ധങ്ങൾ കൊണ്ട് കെട്ടിവരിയാൻ എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ആരുമില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ അങ്കിൾ? അതായത് ഒരു ഭാര്യ ഉണ്ടായിരുന്ന 15 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു. പിന്നെ ഏക മകൾക്ക് വേണ്ടി ജീവിച്ചു. പറക്കം വിറ്റിയപ്പോ അവളും പറന്നുപോയി. എങ്ങനെയൊന്നും ചോദിക്കരുത്. ഇപ്പൊ ഈ യാത്രയാണ് ഒരു ആനന്ദം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുറച്ചാള് ഭജന ഇരിക്കണം. പിന്നെ ഗുരുവായൂര്, കാശി, രാമേശ്വരം അങ്ങനെ പോവും. അങ്കിള് വരുന്നില്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാ ഞങ്ങൾ കൊണ്ടുവിടാം. അതെ, കാറുണ്ട്. നിങ്ങൾ പൊയ്ക്കോ. കാറൊന്നും എനിക്ക് ശരിയാവില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞില്ല. പേരൊക്കെ അസലാണ്. പരമേശ്വരൻ. ഇഷ്ടപ്പെട്ടോ? ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പേര് പരമേശ്വരൻ തന്നെയാ. ഞാൻ മനു. ഇത് മീര, മായ, മഞ്ജു. മഞ്ജു. എല്ലാം മായാണല്ലോ. വല്ല മാപ്രസിദ്ധീകരണക്കാരുടെ മക്കളാണോ? അല്ലല്ല. ഞാൻ പോട്ടെ. അപ്പൊ അങ്കിൾ വേഗം സ്ഥലം വിട്ടു. ഞാനും വൈകി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത യുദ്ധാനമധർമ്മസ്യ തദാജ്ഞാനം ശ്യാമ്യഹം. വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. സ്ഥിരപ്പെടുത്താൻ വൈകിയെങ്കിൽ ഫാക്ടറി സർക്കാർ വീട് ആക്രമിക്കുക ചേട്ടാ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഒന്നും പേടിക്കണ്ട. ഒക്കെ പൊന്നൂസ് ഏറ്റു. മോനകത്ത് വയ്ക്കോ. ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ. ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. ഓന്റെ കാലം ഞാൻ പിടിച്ചോളാം. മോനെ ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പൊന്നൂത്തേട്ടൻ മതിയെന്ന്. മുതലാളി മൂരാച്ചി.
നിങ്ങളുടെ വാക്കും കീറച്ചക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂക്കി ചാവുക. നിർത്ത്. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ? ആയി ഇയാള് വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂക്കിച്ചാവുക. ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്ക്. എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീട്ടില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പോകാം. ചിലപ്പോൾ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നുള്ള കുറ്റവും നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, കുടിക്കും. അടുക്കളയ്ക്ക് പുറത്തുള്ള അടിയും ബഹളത്തിനെയും കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. കൊല്ലങ്ങൾ എത്രയായി ഞാൻ ഇവിടുത്തെ കാര്യം പോയി കൊള്ളാൻ തുടങ്ങിയിട്ട്. ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളൂ. മടുത്തു മക്കളെ, ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസുകാരന്റെ പെണ്ണുമ്പിള്ള കുറെ അണ്ടിപ്പരിപ്പെടുത്ത് വായിക്കാത്തിട്ട് ചവച്ച് തിന്നുന്നു. ആന കരിമ്പം കാട്ടി കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, മുന്തിരിങ്ങ എടുക്കുന്നു. എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല. ആ നക്കി പോലീസുകാരനെ ഉച്ചയ്ക്കും രാത്രിയിലും വേണം കോഴി ബിരിയാണി. പിന്നെ അവന്റെ പച്ചമട്ട ഉടയ്ക്കാ കുടിക്കുക. എന്റെ കർത്താവ് ശംശിയായേ, ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. ഇന്നലെ ആ സ്ത്രീ പാലിൽ എന്തിനാ വെള്ളം ചേർത്തെന്നും പറഞ്ഞ് തീക്കൊള്ളി എടുത്ത് എന്നെ കുത്താൻ വരുന്നു. ആ കേസിലെ വക്കീലേ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഫ്രിഡ്ജിൽ വെള്ളം കുടിക്കാൻ വരും. വെളിച്ചാവുന്നത് വരെ കള്ളുകൂടിയ. ഈ പെണ്ണിന്റെ നേരെ അയാൾക്കൊരു തുറച്ചു നോട്ടുണ്ട്. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ പോകാനോ? പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ. കുഞ്ഞമ്മേ, ഞങ്ങളുടെ ഡിന്നർ എടുത്തു വെച്ചോളൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ക്ലാര ചേച്ചിയും പൊക്കോളൂ. മായ, മഞ്ജു വാ. എന്താടാ? ദിവസം തോറും സംഭവങ്ങൾ വഷളായി വരികയാണ്. വി ഷുഡ് ഫൈൻഡ് ഔട്ട് എ റെമഡി. ഞാനൊരു കാര്യം പറയാൻ പോവാണ്. അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാണെന്ന്. പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു വട്ടാണിത്. എന്താ നീ പറയുന്നേ? നമ്മുടെ മുത്തച്ഛൻ മരിച്ചിട്ടില്ല. മുത്തച്ഛൻ മരിച്ചിട്ടില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഇത് വെറും വട്ടല്ല, മുഴുവട്ട. ഷട്ടപ്പ്. തോക്കിൽ ഉണ്ടയിടുന്നതിന് മുമ്പ് കാഞ്ചി വലിക്കരുത്. ശരി, എന്നാ ഉണ്ടയിട്. അന്ന് പാർക്കിൽ വെച്ച് ആ ചെത്തു പിള്ളേരെ തല്ലി ഓടിച്ചില്ലേ, അയാളാണ് നമ്മുടെ മുത്തച്ഛൻ. മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ മരിക്കാത്ത മുത്തച്ഛൻ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ അയാൾ നമ്മുടെ മുത്തച്ഛനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കൂ? വിശ്വസിപ്പിക്കണം. അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അയാളതിന് സമ്മതിക്കണ്ടേ? സമ്മതിക്കും. ഹിസ് ഗുഡ് അറ്റ് ഹാർട്ട്. കണ്ടാ അറിയാം. വീടും കുടിയില്ലാത്ത അയാളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? മണ്ടി ചോറ്റാനിക്കരയിൽ കുറച്ചു ദിവസം ഭജന ഇരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞത് മറന്നോ? നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ എങ്ങും ഇല്ല.
എല്ലായിടത്തും നോക്കി, പക്ഷെ അങ്ങനെ ഒരാളെ അവിടെ കണ്ടിരുന്നു എന്ന് ചിലർ പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? വണ്ടി വിടെ. എങ്ങോട്ട്? ആദ്യം എവിടെ നീങ്ങാം? ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ പ്ലീസ്. എനിക്ക് പോണം. അത്യാവശ്യമാണ് സാർ, പ്ലീസ് സർ പ്ലീസ് സർ, ഞാൻ മീര, മായ, മനു, മഞ്ജു ഇവിടെ ഉണ്ട് സർ. എന്താ കാര്യം? വരൂ സർ. വല്ലവരും തല്ലാനാണോ? എനിക്ക് വയ്യ. വിട്ടേ പറയട്ടെ. പ്ലീസ് സർ, വരൂ സർ. എനിക്ക് ഗുരുവായൂർക്ക് പോകണം. ഒരു അടിയന്തര പ്രശ്നമാണ്. എന്താ അടിയന്തര പ്രശ്നമാണെങ്കിൽ എനിക്കിപ്പോ ബസ് കിട്ടുന്നില്ല വേറെ. ഗുരുവായൂർക്ക് ഞങ്ങൾ കാറിൽ വിടാം സർ. ഇത് പിള്ളേരോടാ ഇത്? സ്വന്തം സത്ത അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത്. കെട്ടുപാടുകളുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ മായയോ അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര. അതിന്റെ ഇടയില് ഈ മുഖം മൂടിയെടുത്ത് അണിയാൻ വയ്യ മക്കളെ. ഞങ്ങളെ സഹായിച്ച സാറിന് പുണ്യം കിട്ടും. എനിക്ക് പുണ്യം വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമമെന്ന്. അന്ന് ബീച്ചിൽ വെച്ച അത്തരം വികാരങ്ങളെ അങ്കിൾ അതിജീവിച്ചില്ലല്ലോ. അതെ, തലങ്ങും വിലങ്ങും അവന്മാരെ എടുത്തടിച്ചത് നല്ല വികാരത്തോടായിരുന്നോ? അതൊരു അബദ്ധം പറ്റിയതല്ലേ. ഒരു തവണ കൂടി ആ അബദ്ധം പറ്റിയാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞാൻ അവിടെ വന്ന് അവന്മാരൊക്കെ തല്ലി ഓടിക്കാനാണോ ഈ പറയുന്നേ? അതിന് കാശ് കൊടുത്ത് ആരെങ്കിലും ഗുണ്ടകളെ ഏർപ്പാട് ചെയ്താ പോരെ? തല്ലി ഓടിക്കലല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഞങ്ങൾക്ക് ആരുമില്ല അങ്കിൾ, പ്ലീസ്. ഞാൻ നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് അവർ വിശ്വസിച്ചില്ലെങ്കിലോ? അത് ഞങ്ങളേറ്റു. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാം. അതുപോരെ? റെഡി? റെഡി. 1 2 3. മുത്തച്ഛൻ വരണോ! ഞങ്ങളുടെ മുത്തച്ഛൻ വരണോ! അങ്കിൾ, ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ്പാ വരണോ! യെസ്. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്? ഏതായാലും മുത്തച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ. ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഇയാളിപ്പോ എന്തിനെങ്കിലും എഴുതുള്ളേ? യുദ്ധത്തിൽ എന്ത് കുട്ടികൾ ഭരിച്ചില്ല? ദാറ്റ്സ് എ ഗുഡ് ലക്ക് അങ്കിൾ. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയ. എനിക്ക് ഇത്തിരി പെണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ തന്നില്ലാണ്ടിരിക്കൂ. എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് സങ്കടമില്ലെന്നോ? അതല്ലടോ കോന്ത. എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും. Yes, I am your grandpa, Major A.K. Menon.